ഒരു പണിയുമില്ലാത്തവർക്ക് വരുന്നതാണ് ഡിപ്രഷൻ എന്ന് കഴിഞ്ഞ ദിവസം നടിയും നർത്തകിയും ഗായികയുമായ കൃഷ്ണപ്രഭ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. മാനസികാരോഗ്യത്തെക്കുറിച്ച് നടി കൃഷ്ണപ്രഭ നടത്തിയ ഈ വിവാദ പരാമർശം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. പണിയില്ലാത്തവർക്ക് വരുന്നതാണ് ഡിപ്രഷൻ, അതൊക്കെ പഴയ വട്ട് തന്നെയാണ് എന്നായിരുന്നു ഒരു അഭിമുഖത്തിൽ കൃഷ്ണപ്രഭയുടെ പ്രസ്താവന. സംഭവം സമൂഹ മാധ്യമങ്ങളിൽ അടക്കം വൈറലായതോടെ നിരവധി ആളുകളാണ് കൃഷ്ണപ്രഭയ്ക്കെതിരെ രംഗത്ത് വന്നത്. മാനസികാരോഗ്യ വിഷയങ്ങളിൽ സമൂഹത്തിൽ അവബോധം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം പരാമർശങ്ങൾ തികച്ചും അപക്വവും വേദനാജനകവുമാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ വിമർശനമുയരുന്നത്. ഒരു വ്യക്തിക്ക് ഡിപ്രഷൻ, ഉത്കണ്ഠ, മൂഡ് സ്വിങ്സ് തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കേവലം മടി കൊണ്ടോ ഒഴിവ് സമയം കൊണ്ടോ മാത്രമല്ലെന്നും ഇതിന് സാമ്പത്തിക, കുടുംബ, ജീവിതശൈലി ജനിതക കാരണങ്ങളുണ്ടെന്ന് വിമർശനങ്ങൾ ഉന്നയിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് അവയെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണെന്നും സോഷ്യൽ മീഡിയ ഒന്നാകെ പറയുന്നുണ്ട്. പ്രമുഖ സൈക്യാട്രിസ്റ്റായ ഡോക്ടർ CJ ജോണും കൃഷ്ണപ്രഭയുടെ ഈ പരാമർശത്തിനെതിരെ പ്രതികരിച്ചു. ദീപിക പദുക്കോണിനെ മാനസികാരോഗ്യ അംബാസഡറായി നിയമിച്ച വേളയിലാണ് മലയാളത്തിലെ ഒരു നടി മാനസികാരോഗ്യ പ്രശ്നങ്ങളെ പുച്ഛിച്ച് തള്ളുന്നതെന്നും സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കണമെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടു. ഇത്തരം പരാമർശങ്ങൾ വ്യക്തികളെ നിരുത്സാഹപ്പെടുത്തുന്നതാണെന്നും ഡോക്ടർ CJ ജോൺ ചൂണ്ടിക്കാട്ടി. സംഭവിച്ച കാര്യങ്ങൾ തിരുത്താനോ മാപ്പ് പറയാനോ തയ്യാറാകാതെ തന്റെ പരാമർശങ്ങളെ മാധ്യമങ്ങളിലൂടെ ന്യായീകരിക്കാൻ മാത്രമാണ് കൃഷ്ണപ്രഭ ശ്രമിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ പ്രചരിപ്പിക്കുന്നത് സമൂഹത്തിന് ഹാനികരമാണെന്ന് ഡോക്ടർ ജോൺ ഓർമ്മിപ്പിച്ചു.